കലാഭവൻ മണിയുടെ മൃതശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മീഥൈൽ ആൽക്കഹോളിന്റെ അംശമാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബോറട്ടറിയിലേക്ക് അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ അയച്ചിരുന്നു. അതിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ വിഷമദ്യത്തിന്റെ ഫലം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നേരത്തെ കീടനാശിനിയുടെ അംശം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് വളരെ വലിയ പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് ഇത്തരത്തിലുള്ള പരിശോധനകൾക്കായി യാന്ത്രിക അവയവങ്ങൾ അടക്കം അയച്ചത്. സമീർ വാഴങ്ങോട് കൊച്ചിയിൽ നിന്നും ചേരുന്നു. സമീർ, വളരെ നിർണായകമായ വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? സമീർ, കേൾക്കാമോ? മനു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹൈദരാബാദിലെ ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് പോലീസിന് നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ ചികിത്സയിലായിരുന്ന എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് അക്കാര്യം വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആന്തരാവയവങ്ങൾ, കലാഭവൻ മണിയുടെ ആന്തരാവയവങ്ങൾ കാക്കനാട് ലാബിൽ പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിലും മരണത്തിനിടയാക്കിയത് വിഷാംശമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവത്തിന് ഒടുവിലാണ് ഇത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഇത് ഹൈദരാബാദിലേക്ക് അയക്കുന്നത്. ആ ഹൈദരാബാദിലേക്ക് അയച്ചതിന്റെ ആന്തരാവയവങ്ങളുടെ വിശദമായിട്ടുള്ള പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലും വിഷമദ്യത്തിന്റെ അംശം ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിന്റെ, അതായത് കലാഭവൻ മണിയുടെ സഹോദരൻ അടക്കമുള്ളവർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, കലാഭവൻ മണി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇത് ആരോ സാമ്പത്തികപരമായിട്ടുള്ള ഇടപെടലുകളുടെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ്, കലാഭവൻ മണിയെ ഇല്ലാതാക്കിയതാണ് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമാണ് ഉള്ളത്. ഇത് സാധാരണ വിഷമദ്യത്തിൽ കാണുന്ന വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അന്ന് രാത്രി, അതായത് കലാഭവൻ മണി മരണപ്പെട്ട രാത്രി നടന്നിട്ടുള്ള മദ്യസൽക്കാരത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തിരുന്നത്? അതോടൊപ്പം തന്നെ അന്ന് പങ്കെടുത്തവർ നൽകിയിട്ടുള്ള ഏതൊക്കെ വിധത്തിലുള്ള മദ്യസൽക്കാരമാണ് അന്ന് നടന്നത്? അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം അവിടെ നടന്നിട്ടുള്ള വൃത്തിയാക്കിയ സംഭവം ഏറെ ദുരൂഹത സൃഷ്ടിച്ചതായിരുന്നു. പ്രത്യേകിച്ചും അവിടെ ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള വൃത്തിയാക്കലാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യവും അവിടുത്തെ മാനേജർ അടക്കം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം തന്നെ ആരൊക്കെയോ ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം കൂടുതൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് സമീർ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മീഥൈൽ ആൽക്കഹോളിന്റെ അംശമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വ്യാജ വിഷമദ്യത്തിൽ മാത്രം കാണുന്ന മീഥൈൽ ആൽക്കഹോൾ അളവിൽ കൂടുതലായാൽ മരണത്തിന് കാരണമാകാവുന്ന രാസവസ്തു, ഇത് വ്യാജ മദ്യത്തിലൂടെ എത്തിയെന്ന് ഫോറൻസിക് ലാബിലെ ഫലത്തിൽ സ്ഥിരീകരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യില്ല എന്ന കുടുംബത്തിന്റെ വാദത്തിന് കൂടുതൽ സ്ഥിരീകരണം വരുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വിഷമദ്യം അവിടെ എത്തി? ആ മദ്യസൽക്കാരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരാണ് ഈ മദ്യം കൊണ്ടുവന്നത്? തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം കൂടുതലായി ചെല്ലേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മനു, കലാഭവൻ മണി മരണപ്പെട്ടതിന് ഏറെ നാളുകൾ പിന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വളരെ വ്യക്തമായ രീതിയിൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു വേളയിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ മീഥൈൽ ആൽക്കഹോൾ എങ്ങനെയാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ എത്തിയത്? പ്രത്യേകിച്ചും അദ്ദേഹം ലിവർ സിറോസിസിന് ചികിത്സ തേടിയിരുന്ന ഒരു വേള കൂടിയാണ്. ആ ഒരു വേളയിൽ എങ്ങനെയാണ് മീഥൈൽ ആൽക്കഹോൾ കലാഭവൻ മണിയുടെ ശരീരത്തിൽ എത്തിയത്? അത് മരണത്തിന് ഇടയാക്കുന്ന സാഹചര്യം എന്തായിരുന്നു? ഇത്തരത്തിൽ ആരാണ് ഇത് നിർബന്ധിച്ച് കുടിപ്പിച്ചതാണോ അതോ കലാഭവൻ മണി സ്വമേധയാ ഉപയോഗിച്ചതാണോ? തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കലാഭവൻ മണി മരണപ്പെട്ട ദിവസം, അതായത് അന്ന് രാത്രി നടന്നിട്ടുള്ള മദ്യസൽക്കാരം നടന്നിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തത് എന്നുള്ളതും എന്തൊക്കെയാണ് അവിടെ അന്ന് ഭക്ഷണം വിളമ്പിയതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും സഹോദരൻ
വളരെ വ്യക്തമായി പറയുന്നു, ഒരിക്കലും തന്റെ സഹോദരൻ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ചെയ്യാവുന്ന ഒരു സ്ഥിതിയും ഇല്ല. കുടുംബത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിയാണ്, ഒപ്പം ആ നാട്ടുകാരുടെ അത്താണിയായ വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും കലാഭവൻ മണി ഇത്തരത്തിലുള്ള ഒരു കടുംകൈ ചെയ്യില്ല. മറ്റ് ആരോഗ്യ ചേർന്നുകൊണ്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇടപെടലുകളെ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കരുതിക്കൂട്ടി ആരോ കലാഭവൻ മണിയെ കൊല ചെയ്തതാണ് എന്നുള്ള ആക്ഷേപം, അത്തരത്തിലുള്ള ആരോപണവും ശക്തമാണ്. അത്തരത്തിലുള്ള ആ ആക്ഷേപങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ഈ പുതിയ റിപ്പോർട്ടും. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ കലാഭവൻ മണി ചികിത്സയിലായിരുന്ന ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട്, അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞതും മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കലാഭവൻ മണിയുടെ ശരീരത്തിലുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ കാക്കനാട് ലാബിലേക്ക് ഇതുമായി വിശദമായ ഒരു പരിശോധനയ്ക്ക് വേണ്ടിക്കൊണ്ട് കാക്കനാട് ലാബിലേക്ക് ആന്തരാവയവങ്ങൾ അയക്കുന്നു. അവിടെ നിന്ന് വന്ന പരിശോധനാ ഫലത്തിലും കീടനാശിനിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഈ വിശദമായി ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതും എന്ത് കാരണത്താലാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാകുന്നതിന് വേണ്ടിക്കൊണ്ടാണ് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഹൈദരാബാദ് ലാബിലേക്ക് ഇത് അയക്കുന്നത്. അവിടെ നിന്ന് വന്നിരിക്കുന്ന അതേ റിപ്പോർട്ടിലും, ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു ഇത് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം തന്നെയാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് മരണത്തിന് കാരണമായിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അന്ന് ആ സൽക്കാരത്തിൽ പങ്കെടുത്തവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് നീക്കിയ തെളിവുകൾ, പ്രത്യേകിച്ചും അവിടെ വൃത്തിയാക്കി എന്നാണ് പറഞ്ഞത്, ആ പാഡി അടങ്ങുന്ന ഭാഗം, ആ വലിയ ഏറെ സ്ഥലം ഉൾക്കൊള്ളുന്ന ഭാഗമാണ്, ആ റെസ്റ്റ് ഹൗസ് ഉൾക്കൊള്ളുന്ന ഭാഗം, അവിടെ നടന്നിട്ടുള്ള ആ സൽക്കാരത്തിന്റെ ബാക്കി വസ്തുക്കളെല്ലാം തന്നെ ദ്രുതഗതിയിൽ അത് എടുത്തു മാറ്റിയത് എന്തുകൊണ്ടാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ എടുത്തു മാറ്റിയ കാര്യങ്ങളെല്ലാം തന്നെ അത് ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അത് കലാഭവൻ മണിയുടെ മരണത്തിന് തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയർന്നതായിരുന്നു. എന്നാൽ കാര്യമായൊരു അന്വേഷണമോ ഒന്നും ആ വിധത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്ര നാൾ നീണ്ടു നിന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ അന്വേഷണം ആരിലേക്കും തന്നെ കേന്ദ്രീകരിക്കാവുന്ന പ്രതികളിലേക്ക്, അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ മരണത്തിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ പോലും പോലീസിനും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണത്തിനു കൂടി ഒരു വഴിത്തിരിവാവുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നിന്നുമുള്ള പരിശോധനാ ഫലം വന്നിരിക്കുന്നു. മനു, തീർച്ചയായിട്ടും സമീർ എത്താം. ഇപ്പോൾ അരുൺ VS കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, വളരെ നിർണായകമായ, ഒരുപക്ഷെ അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന, വഴിത്തിരിവായേക്കാവുന്ന ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നിന്നും വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്യാജ മദ്യം ചെന്നിരുന്നു, വിഷമദ്യം ചെന്നിരുന്നു, അതിലുള്ള മീഥൈൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു എന്ന വിവരം റിപ്പോർട്ട് വരുമ്പോൾ അത് വളരെ നിർണായകമാണ്. കാരണം ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ ദുരൂഹത നിന്നിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച സമയം മുതൽ പിന്നീട് പാടി വൃത്തിയാക്കിയ കാര്യങ്ങൾ മാത്രമല്ല, അമൃത ആശുപത്രിയിൽ ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നു ശരീരത്തിൽ കീടനാശിനിയുണ്ട്, ഇത്തരത്തിൽ വിഷമദ്യമുണ്ട്. പിന്നീട് കാക്കനാട് ലാബിൽ നിന്ന് പറയുന്നു ശരീരത്തിൽ കീടനാശിനിയുടെ അംശമുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഹൈദരാബാദിലേക്ക് ഈ ആന്തരാവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുന്നത്. അവിടെ നിന്നും ഇത്തരത്തിലൊരു വിവരം വരുമ്പോൾ സമഗ്രമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, പ്രധാനമായും മണിയുടെ ആന്തരിക അവയവങ്ങൾ കാക്കനാട്ടെ ഫോറൻസിക് ലാബിലാണ് ആദ്യം പരിശോധിച്ചിരുന്നത്. പ്രധാനമായും ലാബിൽ നിന്ന് തിരികെ വാങ്ങിയ ആന്തരിക അവയവങ്ങളും രക്തസാമ്പിളുകളുമായിരുന്നു ഫോറൻസിക് ലാബിലേക്ക് അയച്ചത്. ഇവിടെയാണ് വളരെ നിർണായകമായ ഈ സാന്നിധ്യം നിലവിൽ തിരിച്ചറിഞ്ഞിരുന്നത്. അതായത് മണിയുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം അന്നേ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യമായി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. കാരണം കാക്കനാട് പരിശോധിച്ചപ്പോൾ അതിൽ സംശയം തോന്നുകയും അല്ലെങ്കിൽ അത് കൃത്യമായ പരിശോധനയല്ല എന്നറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ലാബിൽ നിന്ന് ആന്തരിക അവയവങ്ങളും രക്തസാമ്പിളുകളും തിരികെ വാങ്ങുകയും അത് ഹൈദരാബാദിലെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കുകയും ഇപ്പോൾ അതിന്റെ പരിശോധനാ ഫലം നിലവിൽ വരികയും ചെയ്തിരുന്നത്. അതായത് മണിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നപ്പോൾ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ കീടനാശിനി ഉള്ളിൽ കടന്നതിന്റെ ലക്ഷണങ്ങൾ മണി അന്നേ കാണിച്ചിരുന്നില്ല എന്ന് ഉറച്ച ഒരു വാദഗതി ഉണ്ടായിരുന്നു. രാസപരിശോധനാ ഫലം 2 നിഗമനങ്ങളിലേക്കാണ് ഫോറൻസിക് വിദഗ്ധരെ യഥാർത്ഥത്തിൽ അന്ന് എത്തിച്ചിരുന്നത്. അത് വീര്യം കൂട്ടാൻ ചെറിയ അളവിൽ കീടനാശിനി കലർത്തിയ വിഷമദ്യം അറിയാതെ കഴിക്കാൻ ഇടവരിക എന്ന നിഗമനം ആയിരുന്നു 1. 2, അല്ലെങ്കിൽ ബോധപൂർവം കഴിക്കുക. ക്ലോർപെരിഫോസ് അതിരൂക്ഷ ഗന്ധമുള്ള കീടനാശിനി ആയതിനാൽ ഇത് ഒരാൾ അറിയാതെ കഴിക്കണമെങ്കിൽ അതിന്റെ അളവ് വളരെ ചെറുതായിരിക്കണം. ഈ സംശയമായിരുന്നു അന്ന് ഏറെ ശ്രദ്ധേയമായിരുന്നതും വളരെ വലിയ വാദഗതികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇവിടെ വിഷമദ്യമാണ് കഴിച്ചത് എന്ന് സ്വാഭാവികമായും നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഹൈദരാബാദിലെ ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്നുള്ള ഈ വിവരങ്ങൾ കൂടി വരുമ്പോൾ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുകൂടി നമ്മൾ സ്വാഭാവികമായും കരുതേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമായി നിലനിന്ന ഈ ആരോപണങ്ങളെല്ലാം ബലപ്പെടുകയാണ്. കാരണം മണി മാത്രം എങ്ങനെയാണ് അന്ന് വിഷമദ്യം കഴിക്കാൻ
മരണത്തിനിടയായത്? അല്ലെങ്കിൽ പാടിയിൽ ഔട്ട് ഹൗസിലേക്ക് പുറത്തുനിന്ന് ആരാണ് വിഷമദ്യം കൊണ്ടുവന്നത്? ഇത് മണിയുടെ ഉള്ളിൽ മാത്രം എങ്ങനെയാണ് ചെന്നത് എന്നതടക്കമുള്ള വളരെ ഗൗരവതരമായ അനവധി സംശയങ്ങൾ ഇതിനു മുൻപ് സംശയങ്ങൾ നിലവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. മനു, എന്തായാലും വളരെ നിർണായകമായ ഒരു വിവരമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കേസ് അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ചുവടുവയ്പുമാണിത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റു നിലവിലെ അന്വേഷണങ്ങളിലും ഒക്കെ പറഞ്ഞിരുന്നത് സ്വാഭാവിക മരണമാണ് എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ക്ലോർപെരിഫോസിന്റെ ഒക്കെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പറയാറുണ്ട് കഴിച്ച മരുന്ന് ഇത് ഒരുപക്ഷെ ശരീരത്തിൽ കിടന്ന് രാസ പരിണാമം ഉണ്ടാവുകയും അതൊരു പക്ഷേ വിഷാംശമായി മാറുകയും അത് മരണകാരണത്തിലേക്ക് എത്തുകയും ചെയ്യുമോ എന്ന ഗൗരവമായി ശാസ്ത്രലോകം വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യതയൊക്കെ വളരെ തുച്ഛമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് മണിയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്ന പ്രാഥമികമായ നിഗമനമാണ്. അത് വളരെ നിർണായകമായ ഒരു ഗതിയിലേക്കാണ് ഈ അന്വേഷണത്തെ കൊണ്ടുപോകുന്നത്. ആ ഘട്ടത്തിലാണ് നിലവിൽ എത്തി നിൽക്കുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് അരുൺ. കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വിഷമദ്യം മണിയുടെ ഉള്ളിൽ മാത്രം എത്തി? അവിടെ നിന്ന് ബോധപൂർവം ഒഴിവായവർ ആരാണ്? അങ്ങനെ ഈ വിഷമദ്യം വിളമ്പിയ സമയത്ത് ബോധപൂർവം ഒഴിവായവർ ആരാണ് ഈ മദ്യം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ട് ഈ പാടി വളരെ വേഗത്തിൽ വൃത്തിയാക്കി മണിയെ ആശുപത്രിയെ കൊണ്ടുപോകുന്ന കാര്യം അവരുടെ വീട്ടിൽ അറിയിച്ചിട്ടില്ല? ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു? തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവപരമായ ചോദ്യങ്ങളായി ഈ റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അരുൺ. അതെ, സാധാരണയായി മനു ഈഥൈൽ ആൽക്കഹോളും യഥാർത്ഥത്തിൽ വിഷമദ്യമായ മീഥൈൽ ആൽക്കഹോളും തുല്യ അളവിലാണ് കണ്ടെത്തിയിരുന്നത് എന്നായിരുന്നു ആദ്യം ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ഡിവൈഎസ്പി KS സുദർശനന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് ഈ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും കണ്ടെത്താൻ കഴിയാത്ത കീടനാശിനിയുടെ സാന്നിധ്യം കാക്കനാട്ട് ലാബിൽ കണ്ടെത്തിയതിന്റെ നിജസ്ഥിതി യഥാർത്ഥത്തിൽ അറിയാനാണ് ഹൈദരാബാദിലേക്ക് ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൊണ്ടുപോയിരുന്നത്. അന്ന് അമൃത ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നവർ, മറ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്ന ഡോക്ടർമാർ ഇവരുടെയൊക്കെ മൊഴി എടുത്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മരണം സ്ഥിരീകരിച്ചപ്പോൾ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്ന് അതിനെ സംബന്ധിച്ച് വീണ്ടും ഗൗരവതരമായ ഒരു പഠനമോ അന്വേഷണമോ ഒന്നും നടന്നിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഈ വിഷമദ്യത്തിന്റെ അളവ് അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ പോലെ വിഷമദ്യത്തിന്റെയും ഒപ്പം ഇത് രണ്ടിന്റെയും അളവ് തുല്യമായി ശരീരത്തിൽ കണ്ടെത്തിയിരുന്നത് രണ്ടാമത് ഒരു വാദഗതി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ നേരത്തെ ഉയരുന്നത് പോലെ ഗൗരവതരമായ ചോദ്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രസക്തി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിലായി RLV രാമകൃഷ്ണനും ഇക്കാര്യത്തിൽ ഉറപ്പ് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു പറയുന്നത് തന്റെ ജ്യേഷ്ഠനെ ആരോ കൊലപ്പെടുത്തിയിരുന്നതാണ്, കൊലപ്പെടുത്താനുള്ള സാഹചര്യം 100%. അക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണമാണ് ഉണ്ടാകേണ്ടത്, അതിൽ സംശയമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നപ്പോൾ തന്നെ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിരുന്നതാണ്. ഈ കാക്കനാട്ടെ പരിശോധനാ ഫലത്തിൽ ലഭിക്കാത്ത ഈ ഫോറൻസിക് പരിശോധന നിലവിൽ ഹൈദരാബാദിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ആന്തര അവയവങ്ങളുടെയും രക്തസാമ്പിളിന്റെയും മറ്റും പരിശോധനാ ഫലവുമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗൗരവതരമായ റിപ്പോർട്ട് പുറത്തു വരുന്നത്. മണി കഴിച്ചിരുന്നത് വിഷമദ്യമാണ് എന്നും മരണകാരണം വിഷമദ്യമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളെ സമീർ കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സമീർ, നേരത്തെ കാക്കനാട്ടെ ലാബിൽ പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ക്ലോർപെരിഫോസിസ് എന്ന കീടനാശിനി ഉള്ളിൽ ചെന്നിരുന്നു എന്നാണ്. അതിൽ വിശ്വാസമില്ലാതെയാണ് പോലീസ് പിന്നീട് ഹൈദരാബാദിലേക്ക് ആന്തരാവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരം, നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വിഷമദ്യത്തിന്റെ അളവ് ശരീരത്തിൽ കണ്ടിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിടത്തോളം എന്തൊക്കെയാണ്? കലാഭൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നടന്ന പരിശോധനയിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു ഇതിൽ മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം. പ്രത്യേകിച്ചും കലാഭൻ മണി ചികിത്സയിലായിരുന്ന അമൃത ആശുപത്രിയിൽ നിന്ന് തന്നെ അവിടുത്തെ ഡോക്ടർമാർ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് ഇത് മരണത്തിൻ്റെ സാഹചര്യം ഇത് തന്നെയാണോ, മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു പരിശോധന. പ്രത്യേകിച്ചും മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു കൂടുതൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കാക്കനാട് ലാബിലേക്ക് അയക്കുന്നത്. ഇവിടെ നിന്നുമാണ് കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആന്തരാവയവങ്ങൾ വലിയ രീതിയിൽ അത് പരിശോധിക്കുകയും അതുകൊണ്ട് തന്നെ ഈ അനിവാര്യമായ പരിശോധനയ്ക്ക് വേണ്ടിക്കൊണ്ടായിരുന്നു ഹൈദരാബാദിലെ ലാബിലേക്ക് കലാഭൻ മണിയുടെ ആന്തരാവയവങ്ങൾ അയക്കുന്നത്. അവിടെ നിന്നും ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന ഈ റിപ്പോർട്ടാണ് ഹൈദരാബാദിൽ നിന്ന് ലഭിച്ച ഈ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിലാണ് വളരെ വ്യക്തമായി പറയുന്നത് മരണത്തിന് കാരണം അതിൽ മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
കലാഭവൻ മണി മരണപ്പെടുന്ന ദിവസം അന്ന് രാത്രി നടന്നിട്ടുള്ള മദ്യസൽക്കാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അത് തൊട്ടടുത്ത ദിവസം, അതായത് കലാഭവൻ മണി ഈ അവശ്യ നിലയിൽ കണ്ടെത്തുന്നു, തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിന് അതേ സമയങ്ങളിൽ തന്നെ, അതായത് പുലർച്ചയോടുകൂടി തന്നെ അവിടെ ആ പാഡി വളരെ ദ്രുതഗതിയിൽ തന്നെ, വളരെ വേഗത്തിൽ തന്നെ അവിടെ വൃത്തിയാക്കുന്ന നടപടി, ഈ സംഭവങ്ങളെല്ലാം തന്നെ വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കലാഭവൻ മണിയുടെ ഏറ്റവും അടുത്ത വ്യക്തികൾ, ബന്ധുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. കലാഭവൻ മണി ഒരിക്കലും ആത്മഹത്യക്ക് സമീർ, ഒരു നിമിഷം. ക്രിമിനോളജിസ്റ്റ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, കലാഭവൻ മണിയുടെ ശരീരത്തിൽ വ്യാജ മദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നു ഹൈദരാബാദിലെ ഫോറൻസിക് ലബോറട്ടറി. നേരത്തെ കാക്കനാട് നടന്ന പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നു. അതിൽ അത്ര വിശ്വാസം വരാതെയാണ് പോലീസ് അവിടുന്ന് ഇത് ഹൈദരാബാദിലേക്ക് ആന്തരാവയവങ്ങൾ മാറ്റിയത്. അവിടുത്തെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമാവുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, കേൾക്കാമോ? കേൾക്കാം. അതായത് നമ്മളുടെ ഫോറൻസിക് ലാബിൽ നിന്നും, കാക്കനാട് ഫോറൻസിക് ലാബിൽ നിന്നും കീടനാശിനി ഉണ്ട് എന്ന് ഉള്ള അഭിപ്രായം വന്നപ്പോഴാണ് ആകെ ഒരു കൺഫ്യൂഷൻ വന്നത്. വാസ്തവത്തിൽ ഈ മിഥൈൽ ആൽക്കഹോൾ ഉണ്ട് എന്നുള്ള വിവരം അമൃത ആശുപത്രിയിൽ തന്നെ അന്ന് അറിയാമായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ദുരൂഹത്തിലേക്ക് മാറിയിട്ട് കീടനാശിനി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇനി കാര്യങ്ങൾക്ക് എളുപ്പമുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ മിഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ വാറ്റുചാലായിട്ട് നമുക്ക് ഉണ്ടാകാവുന്നതാണ്. കാരണം വാറ്റുചാലായിട്ട് ഉണ്ടാകുന്നതാണെന്ന് മാത്രമല്ല, അതിനകത്ത് ഈ നമ്മളുടെ ഇപ്പൊ ഈ മിഥൈൽ ആൽക്കഹോൾ കടന്നു എന്ന് പറയുമ്പോഴേ അതിനകത്ത് നമ്മുടെ കുറ്റിരക്കത്തു നിന്നും കൺട്രോൾ സാമ്പിൾ കളക്ട് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കുറ്റിരക്കത്തു നിന്ന് നമുക്ക് ഏത് മദ്യമാണ് കഴിച്ചത് എന്നുള്ളതിന്റെ സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സാമ്പിളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ആ പാടിയിലുണ്ടായിരുന്ന സകലമാന സാധനങ്ങളും വളരെ വേഗത്തിൽ അത് ക്ലീൻ ചെയ്ത് അവിടുന്ന് മാറ്റുകയുണ്ടായി. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് വൃത്തിയാക്കിയതും അവിടുന്ന് സാധനങ്ങൾ മാറ്റിയതെന്നും ഇപ്പോഴും നമുക്ക് അറിവായിട്ടില്ല. അപ്പോൾ അത് ബോധപൂർവം ചെയ്തതാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് മാറ്റിയതെന്നും മാറ്റിയത് ആരാണെന്ന് അറിഞ്ഞാലും നമുക്ക് ആ മാറ്റിയതായ ആ സാമ്പിൾ, അതായത് അവിടെ കൊടുത്തതായ ആ കുപ്പിയിലുള്ളതായ ഈ മദ്യം നമുക്ക് കിട്ടാത്തത്തോളം കാലം ഈ നമുക്ക് ഇതിനകത്ത് അതിൽ നിന്നാണോ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൺഫേം ചെയ്ത് പറയാനായിട്ട് വളരെ പാടുപെടേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര എളുപ്പത്തിൽ ഈ കൺട്രോൾ സാമ്പിൾ ഇല്ലെങ്കിൽ പിന്നെ ഈ ക്രൈം സാമ്പിൾ, അതായത് ഈ ആന്തരിക അവയവം മാത്രം പരിശോധിച്ച് അതിനകത്ത് കണ്ടെത്തിയ സാധനം വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കുറ്റരംഗത്തു നിന്നുള്ളതായ തെളിവ്, അതായത് അവിടെ ബാക്കിയിരിക്കുന്നതായ സംഗതി കണ്ടില്ലെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. ഏതായാലും കീടനാശിനി ഇല്ല എന്ന് ഉള്ള വിവരം കൺഫേം ചെയ്ത് കിട്ടിയ സ്ഥിതിക്ക് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ക്രൈം സാമ്പിൾ ഇല്ലാത്ത, ഈ കൺട്രോൾ സാമ്പിൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ക്രൈം സാമ്പിൾ അവിടുന്ന് നമുക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തുമായിട്ട് ഇത് കമ്പയർ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി ഈ നിലവിലത്തെ റിപ്പോർട്ട് വെളിച്ചം വീശുന്നില്ലേ? അതായത് അവിടെ അന്ന് മദ്യസൽക്കാരം നടന്നിരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ വാർത്തകൾ ലഭിച്ചതാണ്. അതിന്റെ എല്ലാ വിവരങ്ങളും നമ്മൾക്ക് കിട്ടിയതുമാണ്. അവിടെ മണിയുടെ ഉള്ളിൽ മാത്രം ഈ വ്യാജ മദ്യം എത്തുകയും മറ്റുള്ളവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ പോവുകയും ചെയ്തൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ദുരൂഹത താങ്കൾ കാണുന്നില്ലേ? ആ ദുരൂഹത ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള കാര്യം അവിടെ സെർവ് ചെയ്തതായ ആ മദ്യത്തിന്റെ ഒരു അംശം ഒരു അര ഔൺസെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ കഴിച്ചതും ഇതിനകത്ത് മീതിൽ ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ നിന്നും നമുക്ക് ഈ ഒട്ടും മദ്യം ശേഖരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇത് പറയാൻ പോകുന്നത്? അപ്പൊ അത് അതിനകത്ത് പറയാൻ പറ്റും മദ്യസർക്കാർ ഉണ്ടായിരുന്നു, ആളുകൾ മദ്യം കഴിച്ചു, ആളുകൾ പോയി, സാധനങ്ങൾ മാറ്റി. പക്ഷെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സാമ്പിൾ കിട്ടണ്ടേ? ആ സാമ്പിൾ കിട്ടിയിട്ട് അതിനകത്ത് മീതിൽ ആൾക്കാരുടെ കണ്ടന്റ് കൂടുതലുണ്ട്, അത് കൊടുത്തത് ആരാണ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ മദ്യം കിട്ടിയിട്ടില്ല, പരിശോധിച്ചിട്ട് മദ്യം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം പിന്നെ എവിടേക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യം താങ്കൾ ഒരു നിമിഷം തുടരുക. ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ കലാഭവൻ മണിയുടെ ശരീരത്തിൽ വ്യാജ മദ്യത്തിന്റെ അളവ് ഹൈദരാബാദിലെ ഫോറൻസിക് ലബോറട്ടറിയിൽ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു.
നിർണായകമായ ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നു. അന്വേഷണത്തിൽ ഇത് ഏത് തരത്തിൽ സഹായകരമാകും? അല്ല, ഇത് നമ്മൾ തന്നെ കൈരളി നേരത്തെ ഒരു ചർച്ചയില് ക്ലോറിഫയറി ഫോസ് എന്ന് പറഞ്ഞ കീടനാശിനി അതിനകത്ത് ഉണ്ടെന്ന് നേരത്തെ കാക്കനാട്ടുകാർ തന്നെയാണ് പറഞ്ഞത്. അതിനകത്ത് മീഥൈൽ ആൽക്കഹോളിന്റെ അംശവും കാക്കനാട് പറഞ്ഞു. അവരുടെ അന്നത്തെ അത് വിശ്വസിക്കാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതെ, ആ ഫൈൻഡിങ്സിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത്. അല്ലല്ല, അത് പോലീസ് അതിനകത്ത് ടോട്ടലായിട്ട് പരാജയപ്പെട്ടു. 200 കോടി രൂപയുടെ സ്വത്തുള്ള ഒരു മനുഷ്യനായിട്ടാണ് കലാഭവൻ മണിയുടെ നമ്മുടെയൊക്കെ അറിവ്. അതിനകത്ത് ഈ ബിനാമിയായിട്ട് ഒരു 130 കോടി രൂപയുടെ സ്വത്തെ പോലീസ് കണ്ടെടുത്തിട്ടുള്ളൂ. ബിനാമിയായിട്ട് ഒരു 170 കോടി രൂപയുടെ സ്വത്തുണ്ട് ആന്ധ്രയിലും കേരളത്തിലുമായിട്ട്. ആ ബിനാമിക്കാർക്ക് കലാഭവൻ മണിയുടെ മരണം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇതിനകത്ത് ഇപ്പം പോലീസ് പറയുന്നത് മദ്യത്തിലല്ല, പോലീസിന് അവിടെ തെറ്റി. അപ്പം ആന്ധ്രയിലും കേരളത്തിലും ഒക്കെ തമിഴ്നാട്ടിലും കിട്ടുന്ന ഒരു മെറ്റാസിഡ് എന്ന് പറഞ്ഞ ഒരു കീടനാശിനി ഉണ്ട്. അത് കേരളത്തിലും കിട്ടും, പ്രോഹിബിറ്റഡ് ആണെങ്കിലും കിട്ടും. മെറ്റാസിഡിനകത്താണ് മീഥൈൽ ആൽക്കഹോൾ ഉള്ളത്. അത് മദ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മെറ്റാസിഡ് എന്ന കീടനാശിനിയില്. അപ്പൊ 2 ടൈപ്പ് കീടനാശിനി കലാഭവൻ മണിയുടെ വയറ്റിനുള്ളിൽ പോയി. ഒന്ന് ക്ലോറിഫയറി ഫോസ്, മറ്റൊന്ന് മെറ്റാസിഡ്. മെറ്റാസിഡിനകത്ത് മീഥൈൽ ആൽക്കഹോൾ ഉണ്ട്. അവിടെ പോലീസിന് തെറ്റിപ്പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു പുതുമ എനിക്ക് തോന്നുന്നില്ല. ഇത് കാക്കനാട്ടെ അവരുടെ നല്ല ടെസ്റ്റാണ്. കാക്കനാട്ടെ അവരുടെ ഇപ്പൊ നമ്മുടെ ജിഷയുടെ കേസിനകത്തും കാക്കനാട്ടക്കാരെ അവിശ്വസിക്കുന്നുണ്ട്. അവരുടെ നല്ല റിസൾട്ടാണ് കാക്കനാട്ടെ ലാബറട്ടറി. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ മേല. അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ ഇന്ത്യയിൽ ഒരു ലാബറട്ടറി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ, താങ്കൾക്ക് തുടരാം. അപ്പൊ അതുകൊണ്ട് ഇത് കലാഭവൻ മണിയുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. കലാഭവൻ മണിയുടെ ബ്രദർ പറഞ്ഞ കാര്യങ്ങള് അവിടെ ഈ മരണത്തിന് 5 ദിവസം മുമ്പ് മുതലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കണമെന്ന് നമ്മൾ ചർച്ചയിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പേരുടെ ലിസ്റ്റ് എടുത്തിട്ട് പതിവായി കലാഭവൻ മണിയുടെ അവിടെ വരുന്നവര് ഇത് ആരൊക്കെയാണെന്ന് പോലീസ് കണ്ടെത്തണം. വല്ലപ്പോഴും വരുന്നവരല്ല, പതിവായി. കലാഭവൻ മണി അന്ന് ജാഫർ ഇടുക്കിയും തരികട സാബുവും പറഞ്ഞിട്ടുണ്ട് അന്ന് ബിയർ മാത്രമേ കഴിച്ചുള്ളൂ. അത് എത്രത്തോളം എനിക്ക് വിശ്വസനീയമായി തോന്നുന്നില്ല. എങ്കിലും ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കലാഭവൻ മണി. അപ്പൊ ഇത് തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്, താങ്കളുടെ നിരീക്ഷണത്തിൽ നിന്ന്. ഒപ്പം തന്നെ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ഞങ്ങളോട് പ്രതികരിച്ചതിന്